അപ്പോൾ നമ്മുടെ ഗൺമാന്മാരുടെ കേസ് ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അത് നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് നിർണായകമായി വിധി വരാനിരിക്കെ അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പ്രതിഭാഗം. ജാമ്യമുള്ള വകുപ്പുകളിൽ നിന്ന് പിന്നീട് ജാമ്യമില്ലാ വകുപ്പ് ചേർത്തത് നടപടിക്രമത്തിലെ വീഴ്ചയാണെന്നാണ് പ്രതികളുടെ ആരോപണം. കീഴടങ്ങാൻ കോടതിയിലെത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്യാനായിരുന്നു SIT നീക്കമെന്നും പ്രതിഭാഗം വാദിക്കുന്നു. സത്യവാങ്മൂലം ഇന്ന് ആലപ്പുഴ സെഷൻസ് കോടതി പരിഗണിക്കുമ്പോൾ കേസിൽ കോടതി നിലപാട് നിർണായകമാകും. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, വെരി ഗുഡ് മോർണിംഗ് മനീഷ്. കോടതിയുടെ ചില പ്രതികരണങ്ങളൊക്കെ നോക്കുമ്പോൾ ഇന്ന് സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടാനാണ് സാധ്യതയുള്ളത്. SIT യഥാർത്ഥത്തിൽ എടുത്തു സെഷൻസ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അമ്മാതിരി ചോദ്യങ്ങളാണ് ചോദിച്ചത്. പല ചോദ്യങ്ങൾക്കും SITക്ക് മറുപടിയില്ലായിരുന്നു. അതിൽ 10 മിനിറ്റോളം ആ ദൃശ്യം സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷമാണ് ജഡ്ജി ചോദിച്ചത്, വധശ്രമം നിങ്ങൾ എങ്ങനെ, അല്ലെങ്കിൽ നരഹത്യ നിങ്ങൾ എങ്ങനെ ചുമത്തും ഈ കേസിൽ? കൊല്ലാൻ വേണ്ടിയാണ് അടിച്ചത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ തെളിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. മാത്രമല്ല കൊടുത്തിരിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയത് ജയ്ഹിന്ദിന്റെ ക്യാമറമാനാണ്. അതിന് മുൻപും പിമ്പുമുള്ള ചിത്രങ്ങളും ലഭ്യമല്ല. ആ അർത്ഥത്തിൽ സംശയത്തിനൊരു ആനുകൂല്യം കൂടി ഈ ഗൺമാന്മാർക്ക് നൽകാനാണോ സാധ്യത? മനീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇത് ഇന്ന് കൂടി രേഖകൾ ഹാജരാക്കാനായി പ്രോസിക്യൂഷൻ സമയം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ആയിരിക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. ഇതിലിപ്പോഴത്തെ പ്രതിഭാഗത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ശിവദാസനാണ് കോടതി കഴിഞ്ഞ ദിവസം ഒരു അഫിഡവിറ്റ് കൊടുത്തത്. അഫിഡവിറ്റ് ഇന്നായിരിക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഫയൽ സ്വീകരിക്കുക. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കോടതിയിൽ കീഴടങ്ങാൻ നേരത്തെ പ്രതികൾ എത്തിയതാണ്. പ്രതികൾ നിയമത്തിന് വിധേയരാണ്. അവരുടെ സർവീസ് ബുക്കിൽ മറ്റ് ബാഡ് മാർക്കുകളൊന്നുമില്ല. ഒപ്പം തന്നെ ക്രിമിനൽ പശ്ചാത്തലം പ്രതികൾക്കില്ല. പ്രതികൾ നേരത്തെ ജാമ്യമുള്ള വകുപ്പുള്ള സമയത്ത് 29-ാം തീയതി കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി അഡ്വാൻസ് പെറ്റീഷൻ നൽകിയതാണ്. പിന്നീട് 30-ാം തീയതി രാവിലെ കോടതിയിൽ ഹാജരാക്കാൻ ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങാൻ പ്രതികൾ എത്തിയതാണ്. പക്ഷേ രാവിലെ 11 മണിക്ക് പ്രതികൾ എത്തുമ്പോൾ അവിടെ SITയുടെ DYSP അടക്കമുള്ള സംഘം ഇവരെ അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നീട് 11 മണിക്ക് ഇവരെത്തി. കോടതിയിൽ ഇവർ കയറിയില്ല. അതിനു മുൻപ് തന്നെ അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം, അതായത് 29-ന് അഡ്വാൻസ് പെറ്റീഷൻ ഇടുന്നു. 30-ന് രാവിലെ പ്രതികൾ കോടതിയിൽ കീഴടങ്ങാൻ എത്തുന്നു. അന്ന് 30-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി, 2 മണിക്കൂറിന് ശേഷം ജാമ്യമുള്ള വകുപ്പുകളാണ് എന്ന് കോടതിയിൽ പറഞ്ഞ SIT സംഘം പിന്നീട് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയുള്ള റിപ്പോർട്ട് 2 മണിക്കൂറിന് ശേഷം, പ്രതികൾ കോടതിയിലെത്തി എന്നറിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം ആ റിപ്പോർട്ട് മാറ്റിക്കൊടുത്തു. ഇവിടെ SIT സംഘത്തിന്റെ നിലപാട് മാറ്റം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സത്യവാങ്മൂലം നൽകുന്നതെന്ന് പറയുന്നു. ഒപ്പം തന്നെ മെഡിക്കൽ ശാസ്ത്രീയ വീഡിയോയുടെ അടക്കമുള്ള പരിശോധനാ ഫലം 30-ാം തീയതി വൈകിട്ട് ലഭിക്കാനിരിക്കെ എങ്ങനെയാണ് ഉച്ചയ്ക്ക് 1:15-ന് ഇവർ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത് തുടങ്ങിയിട്ടുള്ള SIT സംഘത്തിന്റെ ഈ വിഷയത്തിൽ വെള്ളം ചേർക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി അധിക സാമർഥ്യം കാണിക്കുന്ന രീതിയിലുള്ള SITയുടെ നിലപാട് കോടതി കാണാതെ പോകരുത്. ഇത്തരം വിഷയങ്ങൾ കൂടി പരിഗണിച്ച് വേണം നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ എന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഇന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് ഈ സത്യവാങ്മൂലം ഫയൽ സ്വീകരിക്കും. നാളെ അത് ബെഞ്ച് കേൾക്കും. നാളെ അത് കോടതി കേൾക്കും. ഒപ്പം തന്നെ ഇപ്പോഴിതാ ഈ കൊടുത്ത അഫിഡവിറ്റിൽ എന്താണ് വാദിഭാഗത്തിന് പറയാനുള്ള അടക്കമുള്ള കാര്യങ്ങൾ കേൾക്കും. സാങ്കേതികത്വം പറഞ്ഞ് വാദിഭാഗം, അതായത് ടെക്നിക്കാലിറ്റി പറഞ്ഞ് ഇതിന്റെ റിസൾട്ട് അടക്കമുള്ള കാര്യങ്ങൾ വൈകിയതിൽ എന്തായിരിക്കും വാദിഭാഗത്തിന്റെ മറുപടി എന്നായിരിക്കും നാളെ കോടതിയിൽ കേൾക്കേണ്ടത്. ഒപ്പം തന്നെ നാളെ ഗൺമാന്മാർക്ക് അതിനിർണായകമായ ദിവസമാണ്. താങ്ക് യു മനീഷാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു മനീഷ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാളെ വിധി വരാൻ സാധ്യതയുള്ളൂ എന്നാണ് മനീഷ് കരുതുന്നത്. പ്രോസിക്യൂഷൻ ഇന്ന് ചില തെളിവുകളൊക്കെ കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും SITക്ക് ആവശ്യത്തിന് കഴിഞ്ഞ സെഷൻസ് കോടതിയിൽ നിന്ന് കിട്ടി. ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കുക എന്നുള്ളത് നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അവിടെ വാദിഭാഗത്തിന് മാത്രമല്ല പ്രതിഭാഗത്തിനും നീതിക്കുള്ള അവകാശമുണ്ട് എന്നുള്ളതാണല്ലോ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ആ രക്ഷാപ്രവർത്തനം എന്നുള്ളത് ജാമ്യം കിട്ടാത്ത ഒരു കുറ്റമായിട്ട് എങ്ങനെ ചിത്രീകരിക്കും എന്നുള്ളതാണ്. എന്തായാലും രക്ഷാപ്രവർത്തകർക്ക് രക്ഷ കിട്ടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത് പോലെ രക്ഷാപ്രവർത്തകർക്ക് രക്ഷ കിട്ടുമോ എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്.